ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം രാജസ്ഥാൻ രാജ്യ വിദ്യുത് ഉൽപാദൻ നിഗം ലിമിറ്റഡ് RRVUNT. അതിലെ ജൂനിയർ എഞ്ചിനീയർ 1 ആൻഡ് ജൂനിയർ കെമിസ്റ്റ് ഈ പറഞ്ഞ ഇതിലാണ് മെയിനായിട്ട് ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇതിൽ 4 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അല്ലെങ്കിൽ 4 കമ്പനികളാണുള്ളത്. രാജസ്ഥാൻ രാജ്യ വിദ്യുത് ഉൽപാദൻ നിഗം ലിമിറ്റഡ് RVUN, അതേപോലെ പ്രസ്ഥാന നിഗം ലിമിറ്റഡ് RVPN, RVVN, AVVN. ഇതിൻ്റെ എല്ലാം ഇത് ഏതിലൊക്കെയാണ്? ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ട്രാൻസ്മിഷന്, ഡിസ്ട്രിബ്യൂഷൻ, അത് ഏതൊക്കെ പോർഷനിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ രാജസ്ഥാനിലാണ് ഈ പറഞ്ഞ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഒരു സ്ഥലത്തും നടന്നത് നമുക്കറിയാം. അതേപോലെ തന്നെ ഈ പറഞ്ഞ അജ്മീർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഡിസ്ട്രിബ്യൂഷന്, ജോധ്പൂർ അങ്ങനെയുള്ള ഏരിയയിലെ ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ ഓരോന്നായിട്ട് ഡിഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം എന്ത് വന്നിട്ടുണ്ട്? നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഈ പറഞ്ഞ് വന്ന ഡീറ്റെയിൽഡ് വേക്കൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, ഇതിൽ ജൂനിയർ എഞ്ചിനീയറിംഗ് 1 ആയിട്ട് വരികയാണെങ്കിൽ അതിലുള്ള വേക്കൻസി എത്ര നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ടോട്ടൽ 693 ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റോട് ചേർത്ത്. അതിൽ ഓരോന്നിലുള്ള ബൈഫർക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. ഈ പറഞ്ഞു വന്ന OBCക്കും ഓപ്പൺ കോമ്പറ്റീഷനൊക്കെ എത്രയാണെന്നുള്ളത്. അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ പറയുന്നുണ്ട് ഇവിടെ. അവിടെയും 72 വേക്കൻസീസാണ് വന്നേക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് ഇത് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ടോട്ടൽ വന്നേക്കുന്നത് 58ആണ്. അതേപോലെ ജൂനിയർ എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞ കെമിസ്റ്റ് വന്നിട്ടുണ്ട്, ഫയർ ആൻഡ് സേഫ്റ്റി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഫർമാറ്റിക്സ് അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. അതിലെല്ലാം ടോട്ടൽ 296 വേക്കൻസീസ് ഉണ്ട്. ആക്ച്വലി ഇവിടെ പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് റെന്യൂമറേഷൻ ആൻഡ് സാലറി പറയുകയാണെങ്കിൽ 33,000 ആണ് മിനിമം പേ. അതിൽ നമ്മുടെ ഈ പറഞ്ഞു വന്ന ട്രെയിനിങ് പീരീഡിൽ 23,000 ആയിരിക്കും. ഓക്കെ അല്ലേ, ജൂനിയർ എഞ്ചിനീയറിന് വരുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു വരുന്നത് ഫുൾ ടൈം ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഇൻസ്റ്റുലേഷൻ, അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സിവിലുണ്ട്, കൺട്രോൾ എഞ്ചിനീയറിംഗ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വരുന്നുണ്ട്. നെയിം ഓഫ് ദ പോസ്റ്റ് ജൂനിയർ കെമിസ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗുകാർക്കുള്ളതാണ്. ഫയർ ആൻഡ് സേഫ്റ്റി വരുന്നുണ്ട്, അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് വേണ്ടിയാണ് കെമിസ്റ്റ്. ഈ പറഞ്ഞു വന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാകണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞ ഏജ് ലിമിറ്റ് 21 to 40 ആണ് പറയുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കിയാൽ ഈ പറഞ്ഞു വന്ന ഇവിടെ സൈറ്റിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. മെയിനായിട്ട് ഡേറ്റ് പറഞ്ഞിരുന്നത് സബ്മിറ്റിംഗ് ദ ആപ്ലിക്കേഷൻ, ഓൾ എലിജിബിൾ ക്യാൻ അപ്ലൈ ഫോർ ഓൺ ദി വെബ്സൈറ്റ് ഫ്രം 14th June. ആപ്ലിക്കേഷൻ 1/1/2000. ഇത് എഴുതിയിരിക്കുന്നത് തെറ്റാണ്. നമ്മൾ ഈ പറഞ്ഞു വരുന്ന ഡേറ്റ് നമ്മൾ സബ്മിറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. 500 രൂപയാണ്, 1000 രൂപയാണ് അതിൻ്റെ അകത്ത് ഫീസായിട്ട് വരുന്നത്. ജനറലിന് 850, ഈ പറഞ്ഞു വന്ന ഇതിന് SC/STക്ക് 550 വരുന്നത്. ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം പേയ്മെൻറ്റ് ഫീസ് ഫെയിലിയർ പറഞ്ഞു വരുന്ന ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് 60% വെയിറ്റേജ് ഡേറ്റ, ഈ പറയുന്ന ഫീൽഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതെല്ലാം പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് എലിജിബിൾ ഡേറ്റ് പറയുന്നത് 22/2025. അപ്പം ഈ മാസം തന്നെയാണ് വരുന്നത്. ഇത് ലാസ്റ്റ് ഇയറിന് എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അത് അവർക്ക് തെറ്റുപറ്റിയതാണ്. അപ്പോൾ എനിവേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 22/2025 ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടവരുടെ അപ്ലൈ ചെയ്യുക. ടേക്ക് കെയർ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവിടെ പോയാൽ കാണാൻ പറ്റും. ഇത് അവരുടെ ലാസ്റ്റ് ഇയറിലെ റിക്രൂട്ട്മെൻറ്റ് ഇവിടെ അതിൻ്റെ അത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ എനിവേ ഈ പറഞ്ഞു വന്ന ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടേക്ക് കെയർ. ബൈ.